7 ദിവസം കൊണ്ട് ഇതേപോലെ മാറ്റം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. കട്ടിത്താടിയും മീശയും വളരാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. കഷന്റെ തലയിൽ പോലും രോമം വളർത്താൻ നിങ്ങൾക്ക് സാധിക്കും. കട്ടിത്താടിയും മീശയും നല്ല പിരുകമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉറപ്പായും നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് എത്ര തന്നെ മീശ ഇല്ലെങ്കിൽ പോലും താടി ഇല്ലെങ്കിൽ പോലും ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്താൽ മതി. നിങ്ങളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിൽ റിസൾട്ട് നൽകും. വെറും ഒരാഴ്ച കൊണ്ട് തന്നെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. സംഭവം എന്താണെന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ കൂടെ കൂടാനും നിങ്ങളുടെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. പ്രകൃതിദത്തമായ രീതിയിൽ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇന്ന് പല ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ്. അങ്ങനൊന്നും ചെയ്ത് നിങ്ങളുടെ ശരീരം നശിപ്പിക്കാതെ നിങ്ങൾക്ക് ഇപ്പൊ എവിടാണോ ഹെയർ ഗ്രോത്ത് വേണ്ടത് അവിടെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന ഒരു എളുപ്പ മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് പറയുന്നത്. ഈ പറയുന്ന കാര്യം കൂടി ചെയ്യുക. അതായത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കൂടി കഴിക്കുക, ടെൻഷൻ ഒഴിവാക്കുക, കുറച്ചൊക്കെ വെള്ളമൊക്കെ കുടിക്കുക, പിന്നെ നമ്മൾ നല്ലപോലെ ഫിഷും മീനും ഒക്കെ കഴിക്കണം. പിന്നെ കൂടാതെ തന്നെ ഇലക്കറികൾ കഴിക്കാനും കൂടി നോക്കുക. ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ പറയുന്ന ഈ മസാജിങ് ക്രീം നിങ്ങൾ ഇട്ട് നോക്ക്. നിങ്ങൾക്ക് എവിടാണ് രോമം ഇല്ലാത്തത് അവിടെ രോമം വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ ഷേവ് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടല്ലോ, അതായത് താടി ഭാഗത്താണ് ഇടുന്നതെങ്കിൽ അതല്ലാതെ ഷേവ് ചെയ്യാതെ ഇടുവാണെങ്കിൽ കോശങ്ങളൊന്നും തുറക്കാതിരിക്കും. നമ്മൾ ഷേവ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ കോശങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ ഇടുന്ന മസാജിങ് ക്രീം സെല്ലിലേക്ക് ഇറങ്ങി ചെന്നിട്ട് റിസൾട്ട് നൽകാൻ സാധിക്കുന്നതാണ്. മീശയാണെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ തേച്ചിട്ട് ക്രീം തേച്ചിട്ട് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം. പിന്നെ താടിക്ക് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ക്രീം ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ശേഷം ഇങ്ങനെ പിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവാനും അതുമൂലം ഗ്രോത്തിങ് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഐബ്രോസിന്റെ ഭാഗത്താണെങ്കിൽ തേച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ഇതാക്കി കൊടുക്കുക. കൺപീലില്ലാതെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ഏരിയക്ക് ഉണ്ടാകുന്ന ബ്ലഡ് കറക്റ്റായി പാസ് ചെയ്യും. അതുമൂലം നമ്മൾ ഇടുന്ന ക്രീം പെട്ടെന്ന് റിസൾട്ട് കിട്ടാനും സാധിക്കും. പിന്നെ ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഈ ക്രീം മാത്രമല്ല ആഹാര കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. അതായത് പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായി കഴിക്കാനും ഒക്കെ നോക്കുക. ഹെവി അല്ല, നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട രീതിയിൽ കഴിക്കാനായിട്ടൊക്കെ നോക്കുക. എന്തായാലും ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ക്രീമും കൂടി ഇട്ട ഒരു ആഴ്ച കൊണ്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ നമ്മുടെ നഖങ്ങൾ ചേർത്ത് ഉരസുന്നതും ഒക്കെ നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ടെൻഷൻ ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ മസാജൊക്കെ കൊടുക്കുക. അപ്പോഴത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവും. എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ, ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ആ ഒരു ക്രീം തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അത് ഇട്ടിട്ടുള്ള ആ ഒരു ലൈവ് ചേഞ്ചസും കാണിക്കാം. നമുക്ക് ക്രീം തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലവേറ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ അലവേറ ജെല്ലിൽ. കൂടാതെ തന്നെ വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെ ഉണ്ട് നമ്മുടെ അലവേറ ജെല്ലിൽ. അലവേറ ജെല്ല് 1 ടേബിൾ സ്പൂൺ ആണ് എടുക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിൽ അലവേറ ജെല്ലിൻ്റെ പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ജെല്ല് എടുക്കാവുന്നതാണ്. അങ്ങനെ 1 ടേബിൾ സ്പൂണോളം ജെല്ല് നമ്മൾ എടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നല്ലെണ്ണ ഉണ്ടല്ലോ. നല്ലെണ്ണ നമുക്ക് നമ്മുടെ ഷോപ്പിലൊക്കെ കിട്ടും, അല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ ചോദിച്ചാലും കിട്ടും. അവിടെ നിന്ന് മേടിക്കണം. 1 ടേബിൾ സ്പൂണാണ് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ്. വെളിച്ചെണ്ണയിൽ നിന്ന് 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ നമുക്ക് ചേർക്കേണ്ടത്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കുന്നത് ആവണക്കെണ്ണയാണ് ചേർക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണാണ് ആവണക്കെണ്ണ ചേർക്കേണ്ടത്. അതിനുശേഷം റോസ്മേരി വാട്ടറാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത്. അതും 1 ടേബിൾ സ്പൂണാണ് റോസ്മേരി വാട്ടറും ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ രോമ വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് നമ്മുടെ ആൽമണ്ടിൽ നിന്ന്. ആൽമണ്ട് ഓയിലാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടത്. ഇനി അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ സെനമൺ പൗഡർ ഒരു 2 പിഞ്ച് ചേർത്ത് കൊടുക്കേണ്ടതാണ്. സെനമൺ പൗഡർ ആണെങ്കിലും നമുക്ക് ഹെയർ ഗ്രോത്ത് കൂട്ടിയെടുക്കാൻ സാധിക്കും.
അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ താടി ഭാഗത്താണെങ്കിലും മീശ ഭാഗത്താണെങ്കിലും തേച്ച് ഒരു നോർമൽ രീതിയിൽ മസാജ് കൊടുക്കണം. ഈ ഒരു മസാജ് കൊടുക്കുന്നതുകൊണ്ട് ആ ഒരു ഏരിയയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം രോമ വളർച്ച പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വരാനും ഇടയാകുന്നതാണ്. ഈ ഒരു ക്രീം നൈറ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. നിങ്ങൾ ഒന്ന് ചെയ്തു നോക്ക്. നല്ല പോലെ മാറ്റം നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീടും ഉപയോഗിക്കാവുന്നതാണ്. കണ്ടല്ലോ, ആ ഒരു ക്രീം തയ്യാറാക്കിയതും അത് അപ്ലൈ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്ക്. അല്ലെങ്കിൽ ചെയ്തിട്ട് അതിന് റിസൾട്ടും വന്ന് പറയണേ. നമ്മുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് എന്തായാലും പുതിയ വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.